സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല, എങ്ങോട്ടും പോകണമെന്നില്ല എന്നൊക്കെ കൺമണിയോട് പറഞ്ഞപ്പോൾ ഒട്ടും മടി വേണ്ട, വീട്ടിലേക്ക് ചെല്ല്, സാറിന്റെ അച്ഛനും അമ്മയും സാറിനെ കാത്തിരിക്കാവും, അവരെത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും സാറ് പിണങ്ങി പോകുന്നതിന്, വെറുതെ ചെന്നാൽ പോരാ, അവരോട് ക്ഷമയും പറയണം. സാറ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം സന്തോഷമാകും. അമ്മമാരുടെ സ്നേഹം അത് നിർവചിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ എൻ്റെ ഓർമ്മയിൽ മാത്രമാണ് ഉള്ളത്. സാറിന് സ്നേഹം തരാൻ സാറിൻ്റെ അമ്മ കൂടെയുണ്ട്. അമ്മ ഇല്ലാതാകുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാകൂ. അതുകൊണ്ട് വിരോധമൊക്കെ മാറ്റിവെച്ച് സാറ് ചെല്ലുന്ന പറഞ്ഞു കൊടുക്കുകയാണ് കൺമണി കൃഷ്ണന്. ശരി കൺമണി, ഞാൻ പോകാം. ഇപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത്. എന്തോ മനസ്സിന് വല്ലാത്ത ശാന്തത തോന്നുന്നു. മനസ്സിൻ്റെ ശാന്തതയ്ക്ക് കൺമണിയുടെ വാക്കുകളാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അങ്ങനെ കൃഷ്ണകൃപയിൽ എത്താണ്. കൃഷ്ണനെ കണ്ട സുജ ഓടി വന്ന് വാരി പുണരുന്നുണ്ട് മോനെന്ന് വിളിച്ചുകൊണ്ട്. നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അമ്മയോട് ക്ഷമിക്കണം, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്, ഞാനെൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു, കൺമണിയാണ് എനിക്കിത് മനസ്സിലാക്കി തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്. എനിക്ക് സന്തോഷമായി, സാരല്ല മോനെ, ഞാൻ എത്ര തീ തിന്നെന്നറിയാമോ മോനെ, ഞങ്ങൾക്ക് ബലരാമൻ ഒന്നുമല്ല, നീ തന്നെയല്ലേ പ്രധാനം എന്നൊക്കെ കണ്ണീരോടെ പറയുന്നുണ്ട് സുജ. അത് കഴിഞ്ഞ് സാഗറിനെ കാണുന്നുണ്ട് കേട്ടോ കൃഷ്. ക്ഷമിക്കച്ച എന്നോടെന്ന് പറഞ്ഞ് നെഞ്ചിൽ വീഴാണ് സാഗറിന്റെ കൃഷ്. പിന്നീട് സ്വന്തം റൂമിൽ കൃഷ്ണന്റെ ഒപ്പമുണ്ടായ നിമിഷങ്ങളും ആ താലിയും നോക്കി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് കേട്ടോ കൺമണി. ഇതേ സമയം മനോജും ശ്രീയും വരുന്നുണ്ട്. മോളെ കൺമണി, മോളോട് ഒരു കാര്യം പറഞ്ഞാൽ മോളി ഏട്ടനോട് പിണങ്ങരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ മനോജ്. ഇല്ല ഏട്ടാ, എന്താന്ന് വെച്ചാൽ പറയൂന്നൊക്കെ പറയാണ് കൺമണിയും. ഏട്ടൻ എന്തും എന്നോട് ആവശ്യപ്പെടാലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വരുണിന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ മേടിച്ച കാര്യം മോൾക്കറിയാലോ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് ഈ ഏട്ടനെ കൊണ്ട് സാധിക്കില്ലെന്ന് മോൾക്കറിയാലോ. നമ്മൾ 3 പേരും തുല്യ ദുഃഖിതരാണ്. നമ്മളെ രക്ഷപ്പെടുത്താൻ ഇപ്പം നിനക്കേ പറ്റൂ എന്ന് പറയുന്നുണ്ട് മനോജ്. ഇത് കേട്ട് ആകെ അമ്പരപ്പോടെയും സങ്കടത്തോടെയും നിൽക്കുന്ന കൺമണിയാണ് കേട്ടോ കാണിക്കുന്നത്.